വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SMACT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസത്തിൻ്റെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ടുള്ള ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമൊക്കെ കൊടുത്തു വരുന്നുണ്ട്. ജ്യോതിഷം പഠിക്കണമെങ്കിൽ സംസ്കൃതം അറിയണമെന്ന യാതൊരുവിധ നിർബന്ധവുമില്ല. മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്നവർക്ക് പഠിക്കാവുന്നതാണ് ഈ ശാസ്ത്രം. പഠിക്കാൻ പ്രത്യേകിച്ച് പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. താല്പര്യം ഒന്ന് മാത്രം ഉണ്ടായാൽ മതി. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒക്ടോബർ മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. മിഥുനം രാശിയിൽ വ്യാഴവും, ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും, കന്നി രാശിയിൽ സൂര്യനും, തുലാം രാശിയിൽ കുജനും, ധനുരാശിയിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയും ഒക്കെയാണ് ഗ്രഹനില. മാസമധ്യത്തോടുകൂടി ശുക്രൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. പിന്നെ ചന്ദ്രൻ 2.25 ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്ക് മാറി സഞ്ചരിക്കുന്നതായിരിക്കും. ഈ ഗ്രഹനിലയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഒരു മാസത്തേക്കുള്ള വിശദീകരിച്ചിട്ടുള്ള സമ്പൂർണ്ണ ഫലങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. മേടൻ രാശിയിലുള്ള അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും, അതേപോലെ തന്നെ മേടലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും, പിന്നെ കേതുവിൻ്റെ ദശ നടക്കുന്നവർക്കും, ശുക്രൻ്റെ ദശ നടക്കുന്നവർക്കും, സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ കുജൻ്റെ സപ്തമ ഭാവസ്ഥിതി ആരെയും പെട്ടെന്ന് വിശ്വാസം തോന്നുകയില്ല. അങ്ങനെ ആരോടെങ്കിലുമൊക്കെ വിശ്വാസം തോന്നിയാൽ തന്നെ അവരെ ഒരിക്കലും വിട്ടുപിരിയുകയുമില്ല. സമൂഹത്തിൽ ഒരു പിടിവാശിക്കാരനായിട്ടും വളരെ ധൈര്യശാലിയായിട്ടും ഒക്കെ അറിയപ്പെടും. എല്ലാവരോടും വളരെ സഹജമായി പഴകുന്ന ഗുണം വളരെ കുറവായിട്ടേ ഉണ്ടാവുകയുള്ളൂ. സാഹചര്യത്തിനനുസരിച്ച് സംയോജിതമായി ചിന്തിച്ചൊക്കെ പ്രവർത്തിക്കും. അടിക്കടി പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ടും വരും. അവയിൽ സമാധാനപരമായ നടപടികൾ കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ്. ഇവർ പൊതുവെ കഠിന അധ്വാനികളൊക്കെ ആണ്. അതേപോലെ തന്നെ മുൻകോപവും ഇവരുടെ ഒരു കൂടപ്പിറപ്പാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ളൊരു അവസരമൊക്കെ ഉള്ളൊരു മാസം തന്നെയാണ്. ആഗ്രഹങ്ങളൊക്കെ വലിയ അളവിൽ തന്നെ ആയിരിക്കും. ഇവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത്രയും ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റാത്ത, മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന അത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. സുഹൃത്തുക്കളുടെ ഇടയിൽ വ്യത്യസ്തരായിട്ട് കാണപ്പെടുന്നവരാണ്. വളരെ വേഗത്തിൽ തന്നെ എല്ലാവിധ മുന്നേറ്റവും ഉണ്ടാകണമെന്നൊരു നിർബന്ധ ബുദ്ധിയൊക്കെ ഇവർക്ക് ഉണ്ടാകും. തന്നെ വലിയ ആളാക്കി കാണിക്കുവാനായിട്ടുള്ളൊരു പരിശ്രമമൊക്കെ ചെയ്യും. എല്ലാ കാര്യത്തിലും അപരിമിതമായ ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ സമൂഹത്തിൽ അറിയപ്പെടുന്നവരൊക്കെ ആയിരിക്കും. ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യമൊക്കെ വർദ്ധിക്കും. മറ്റുള്ളവർക്ക് നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കാനുള്ളൊരു പ്രത്യേക കഴിവൊക്കെ ഇവർക്ക് ഈ മാസം വർദ്ധിക്കും. പിന്നെ എഴുത്ത്, കലകൾ, സംഗീതം എന്നിവയിലൊക്കെ താല്പര്യമുണ്ടാവുകയും ചെയ്യും. മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു മാസം തന്നെയാണ്. പണത്തിനേക്കാൾ സ്നേഹത്തിനൊക്കെ മുഖ്യത്വം കൊടുക്കുന്നൊരു മാസമാണ്. അതായത്
സെൻറ്റിമെൻറ്റ്സിന് കൂടുതൽ മുഖ്യത്വം കൊടുക്കുന്നൊരു മാസമാണ്. ആത്മീയ കലകളോടൊക്കെ കൂടുതൽ താല്പര്യം തോന്നിപ്പിക്കും. അതായത് യോഗ, ധ്യാനം, ജ്യോതിഷം എന്നിവയിലൊക്കെ പ്രത്യേക താല്പര്യം ഉണ്ടാകും. തന്നേക്കാൾ കീഴ്നിലയിലുള്ളവർക്ക് പണമൊക്കെ കടം കൊടുക്കാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഈ മാസം ധനനിലയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ മന്ദമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. രഹസ്യമായി ചെറിയ ചെറിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ കഴിയും. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് വളരെ അനുകൂലമായൊരു മാസം തന്നെയാണ്. കുറേ മാസങ്ങളായി വിവാഹ തടസ്സങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് അതിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. മനസ്സിന് നല്ല ഉന്മേഷവും ഉണർവുമൊക്കെ ഉണ്ടാകുന്നൊരു മാസം തന്നെയാണ്. ചിന്തിക്കുന്ന കാര്യങ്ങൾ അതേപടി തന്നെ നടത്തിയെടുക്കാനൊക്കെ ശ്രമിക്കും. ക്രിയേറ്റിവിറ്റിയൊക്കെ വർദ്ധിപ്പിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള ധനവരവുണ്ടാകും. വാക്കുകൾക്ക് അംഗീകാരവും പേരും പ്രശസ്തിയുമൊക്കെ വർദ്ധിക്കും. സ്ഥിര സ്വത്തുക്കൾ ചേർക്കാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട്. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. സഹോദരങ്ങളുടെ ആരോഗ്യനിലയും തൃപ്തികരം തന്നെയാണ്. അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക. പരിശ്രമങ്ങളിലൊക്കെ വിജയിക്കും. മാതാവിൻ്റെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ്. മാതാവിൻ്റെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത്. മാതാവിനായിട്ടുള്ള ചില ചെലവുകളും ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. സന്താന ഗുണമുള്ളൊരു മാസം തന്നെയാണ്. പ്രണയിതാക്കൾക്ക് പ്രണയം വിവാഹം വരെ എത്തിക്കും. മാസത്തിൻ്റെ ആരംഭത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. കടമൊക്കെ കൊടുത്തിട്ടുള്ളവർക്ക് കൊടുത്ത കടം തിരിച്ചു കിട്ടാനുള്ളൊരു യോഗവും കാണുന്നുണ്ട്. കോടതിയിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അനുകൂലമായ നിലപാടൊക്കെ ഉണ്ടാകും. ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ ഉഷ്ണസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള യോഗം കാണുന്നുണ്ട്. ആരോഗ്യനില മധ്യമമായിട്ടാണുള്ളത്. ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും. പൂർവികരുടെ അനുഗ്രഹമൊക്കെ ഉള്ളൊരു മാസം തന്നെയാണ്. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. ദാനധർമ്മത്തിനായിട്ടുള്ള ചിലവുകളൊക്കെ കൂടും. കർമ്മപരമായി മധ്യമമായിട്ടാണ് ഈ മാസം ഉണ്ടാവുക. പുതിയതായി ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ജോലി സാധ്യത വളരെ കുറവായിട്ടാണ് ഈ മാസം കാണുന്നത്. വരവും ചെലവും ഒരേപോലുള്ളൊരു മാസമാണ്. എന്തൊക്കെയാണെങ്കിലും എല്ലാ കാര്യത്തിലും വളരെ തൃപ്തിയുള്ളൊരു മാസമായിട്ടാണ് ഈ മാസം കാണുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ രാശി ലഗ്നക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.